ആദ്യം തന്നെ ഓണമായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഓണപ്പാട്ടുകളിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ഓണ വിഭവങ്ങളാകും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണല്ലോ അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഓണപ്പാട്ടിൽ തന്നെ ആദ്യം തുടങ്ങിയാലോ? എന്ത് പറയുന്നു? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? താങ്ക് യു സോ മച്ച്. എങ്കിൽ ഓണപ്പാട്ടുമായിട്ട് നമ്മൾ ആദ്യം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ നമ്മുടെ സ്വന്തം പാട്ടിന്റെ രാജാവ്, സംഗതികളുടെ രാജാവായ ശരത് സാറിനെയാണ്. ഈ ഒരു സോങ് വളരെ സ്പെഷ്യലാണ്. നിങ്ങൾക്കായിട്ട് സ്പെഷ്യലായിട്ട് ശരത് സാർ കമ്പോസ് ചെയ്തൊരു സോങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ശരത് സാർ. നിറയോ നിറയോ അത്തായ പുര നിറയോ 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 പൊരിയോ പൊരിയോ പൊന്നോണപ്പും പൊരിയോ 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 പൊരിയോ. കതിരണി വയലിൽ നിറഞ്ഞു വിളഞ്ഞ മുത്തുകൾ ആരുമെതിച്ചേ, കതിരൊളി പൊഴിയും പുലരി അണിഞ്ഞു പൊന്നിതളോണമണഞ്ഞേ. നല്ലോണക്കാലമായി പുത്തുമ്പി കൂട്ടുകാരി, ഇതുവഴി വന്നാലെന്നു ഞാനില മനപ്പൂ വന്നു തൊട്ടുവരാം. ഓണം വന്നേ ഓണം വന്നേ മാവേലി മന്നല്ല തേരും വന്നേ, ഓണം വന്നേ ഓണം വന്നേ മാവേലി തമ്പ്രാന്റെ പൊന്നോണം വന്നേ. ആറന്മുള കായലിലെ വള്ളംകളി മേളം കണ്ടേ, തന്നോളം നീളം നല്ല നാക്കില്ലയിൽ സദ്യയുമുണ്ടേ. വരിയവിൽ പൂവടയും തിന്നാനെത്തും കുഞ്ഞിക്കിളി, വരു നാലും കുട്ടി തമ്പ്രാനൊപ്പം ഉണ്ണാമെന്നേ. ഒരു മണിച്ചപ്പിലി നല്ലോളം ഇന്നോളം കാത്തൊരു പൊന്നു തരാം. ഓണം വന്നേ ഓണം വന്നേ മാവേലി മന്നല്ല തേരും വന്നേ, ഓണം വന്നേ ഓണം വന്നേ മാവേലി തമ്പ്രാന്റെ പൊന്നോണം വന്നേ. കതിരണി വയലിൽ നിറഞ്ഞു വിളഞ്ഞ മുത്തുകൾ ആരുമെതിച്ചേ, കതിരൊളി പൊഴിയും പുലരി അണിഞ്ഞു പൊന്നിതളോണമണഞ്ഞേ. തെളിച്ചോടി വന്ന് ഉള്ളിപ്പുലിയാട്ടം കണ്ടേ, ഹോയ് പൊന്നോണക്കോടി ചുറ്റി ഓണത്തപ്പൻ വില്ലടിച്ചേ. ഒരു ദിനം ഈ കരയിൽ വന്നാലൊന്നും ചൊല്ലാൻ വയ്യേ, കലിവിളയാട്ടമാണേ തമ്മിൽ തമ്മിൽ വെട്ടാണെന്നേ. ഇനി അണഞ്ഞെന്നും ഈ മണ്ണിൽ അന്നത്തെ പോലൊന്നു നിന്നിടുമോ? ഓണം വന്നേ ഓണം വന്നേ മാവേലി മന്നന്റെ തേരും വന്നേ, ഓണം വന്നേ ഓണം വന്നേ മാവേലി തമ്പ്രാന്റെ പൊന്നോണം വന്നേ. കതിരണി വയലിൽ നിറഞ്ഞു വിളഞ്ഞ മുത്തുകൾ ആരുമെതിച്ചേ, കതിരൊളി പൊഴിയും പുലരി അണിഞ്ഞു പൊന്നിതളോണമണഞ്ഞേ. നല്ലോണക്കാലമായി പുത്തുമ്പി കൂട്ടുകാരി, ഇതുവഴി വന്നാലെന്നു ഞാനില മനപ്പൂ വന്നു തൊട്ടുവരാം. ഓണം വന്നേ ഓണം വന്നേ മാവേലി മന്നല്ല തേരും വന്നേ, ഓണം വന്നേ ഓണം വന്നേ മാവേലി തമ്പ്രാന്റെ പൊന്നോണം വന്നേ, ഓണം വന്നേ ഓണം വന്നേ മാവേലി തമ്പ്രാന്റെ പൊന്നോണം വന്നേ. ശരത് സാർ, ഗംഭീര കമ്പോസിഷൻ. താങ്ക് യു. അതിൽ ഈ ഇവരെ കാണാൻ പറ്റില്ല, നമ്മുടെ പുറകിലുള്ള ഡാൻസ് അവരൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ഡാൻസും ശരത് സാറിന്റെ പാട്ടും ഒക്കെ? താങ്ക് യു.
ഇതിപ്പോ ഇനി എന്നാ കേൾക്കണ്ടേ? എനിക്ക് ഓക്കെ ഇപ്പൊ കറക്റ്റ് ആയില്ലേ? പിന്നെ ഓണം വിശേഷമൊക്കെ ഒന്ന് കേൾക്കട്ടെ. ശരത് സാറിന്റെ ഓണം വിശേഷം എപ്പോഴും ചെന്നൈയിലാണോ അതോ നമ്മുടെ നാട്ടിൽ? ചെന്നൈയിലല്ല, ആ ഇടയ്ക്ക് നാട്ടിലുമുണ്ട്. ആണ്. ഓണത്തിന് നാട്ടിലേക്ക് വരാറുണ്ടോ? നാട്ടിലേക്ക് വരെ എൻ്റെ വൈഫിനും മോക്കും ഈ ഒരു ഓണ വൈബ് കറക്റ്റായിട്ട് അവർക്ക് അറിഞ്ഞൂടാ. അവർ തമിഴ്നാട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ സദ്യ ഉണ്ടോന്നുള്ള അല്ലാണ്ട് ഇവിടെയുള്ള ഓണ ചന്തയും അതൊക്കെ അവർക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഒരു തവണ മോളെയും വൈഫിനെയും കൊണ്ടുവരണമെന്നുണ്ട് ഓണക്കാലത്ത്. ഞാൻ ഓണ സമയത്ത് അവർ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഓണ വിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്നായിരിക്കും? രുചിയുള്ളതെല്ലാം. രുചിയുള്ള എല്ലാം എന്ന് പറയുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ കറിയൊക്കെ ഇഷ്ടമായിരിക്കും, പായസം ഇഷ്ടമായിരിക്കും. അതൊക്കെ ഇഷ്ടമാണ്. പായസം വല്ലാണ്ട് പറ്റത്തില്ല. എന്നാലും ഇഷ്ടമുള്ള പായസം എന്റെ ഉള്ളിലുണ്ട്, ഷുഗർ ഉണ്ട്, അതുകൊണ്ട്. ഷുഗർ വരുന്നതിന് മുമ്പ് ഇഷ്ടമുള്ള പായസം എന്നായിരുന്നു? ഇല്ല, അടപ്രഥമൻ ഇഷ്ടം ആണ്. ഇവിടെ അങ്ങനെ ഒരു പായസ ചലഞ്ച് നടപ്പുണ്ട്. അപ്പൊ ആ ചലഞ്ചിൽ ഇതുപോലെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം, പ്രശ്നമൊന്നുമില്ല. ഉറപ്പായിട്ടും.